പോത്തൻ സെസോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി മീൻകറിയാണ്. അതിനായിട്ട് ഞാനൊരു 5 പീസ് പുളി എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇത് 1 കിലോ മീനിനുള്ള പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പുളി അനുസരിച്ചിട്ട് നിങ്ങൾ എടുത്തോളുക. നന്നായിട്ട് കഴുകിയതിന് ശേഷം നല്ല വെള്ളത്തിൽ നമുക്ക് കുറച്ച് നേരം കുതിർക്കാനായിട്ട് വെച്ച് കൊടുക്കാം. ഇനി മീൻകറിയുടെ അരപ്പിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആവുന്നവരെ അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി മീൻകറി വെക്കാനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ചൂടായി വരുമ്പോഴേക്കും ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ചട്ടി ചൂടാകുമ്പോഴേക്കും സൈഡിൽ നിന്നൊക്കെ പുകയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കുന്നത്. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും കുറച്ച് ഉലുവയും കടുവും കൂടെ ഇട്ട് കൊടുക്കാം. ഉലുവയും കടുവും ഒക്കെ നന്നായി പൊട്ടിയതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പൊന്ന് ഇട്ട് കൊടുക്കാം. ഈ അരപ്പ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ആ എണ്ണയ്ക്കകത്തിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മിക്സിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ബാക്കി അരപ്പും കൂടെ കഴുകി ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കരുത്. ഈ അരപ്പ് നമുക്ക് ഈ എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കേണ്ടതാണ്. അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സമയം വഴറ്റേണ്ടി വരും. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചെറു തീയിലിട്ടിട്ട് വേണം ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാനായിട്ട്. എണ്ണ തെളിയുന്നവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിയും കൂടെ ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി മീൻകറിക്ക് ആവശ്യമായ ഗ്രേവിക്ക് വേണ്ടിയിട്ട് 2.5 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ആദ്യമേ കൂടുതൽ വെള്ളം ഒഴിക്കരുത്. മീൻ ഇട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മൂടി കൊണ്ട് അടച്ച് ഒരു തിള വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് തിലോപ്പിയ ഫിഷാണ്. മീൻ ഇട്ട് കൊടുക്കുമ്പോഴേക്കും ആ ഗ്രേവിയുടെ തൊട്ട് മുകളിലായിട്ട് നിൽക്കണം മീൻ. അത് കഴിഞ്ഞ ശേഷം ഒന്ന് മൂടി വെച്ച് നമുക്ക് തിളപ്പിക്കാം. തിള വന്നതിന് ശേഷം ആ മീൻ കഷ്ണങ്ങളിലെ വെള്ളവും കൂടെ ആകുമ്പോഴേക്കും കറക്റ്റ് ഗ്രേവി ആയിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് ആദ്യമേ കൂടുതൽ വെള്ളം ഒഴിക്കരുതെന്ന് പറയുന്നത്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടെ ചട്ടി ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വേണം മീൻകറി നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. തവിയൊന്നും ഇട്ട് ഇളക്കരുത്. മീൻ പൊടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചാൽ മതി. കൂടുതൽ തീയിൽ വെച്ചാൽ മീൻകറിയുടെ ഗ്രേവി പെട്ടെന്ന് പറ്റിപ്പോകും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറിയാണ്. അപ്പോൾ ഇനി ഉണ്ടാക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്യുക. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.